ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. സാദിഖ് വേഗനാണ്. ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല, നമ്മുടെ സബാസ്കോയിൽ നിന്നൊരു വെറൈറ്റി അതായത് ഒരുപാട് കാലമായി തുടങ്ങിയിട്ട്, പക്ഷെ നമ്മളെ മുന്നിൽ നിന്ന് വെറൈറ്റി തോന്നി. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. അതായത് 40 വയസ്സിന് മുകളിലുള്ള ഒരു സ്പോർട്സ് അവസരങ്ങൾ അതൊരു എന്താ പറയുക, സ്ലൈഡ് എന്നൊരു ഒരു ക്ലബ്ബാണ് അത്, ഒരു അസോസിയേഷൻ സംഘടിപ്പിക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി മുന്നോട്ട് വരിക. മലപ്പുറം മാസ്റ്റേഴ്സിൻ്റെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ജില്ലാ മീറ്റാണ് ഇവിടെ നടക്കുന്നത്. മലപ്പുറം മാസ്റ്റേഴ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 15 വർഷത്തോളം. നമ്മുടെ മീറ്റ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നാഷണൽ ഗെയിംസ് സിൽവർ മെഡലിസ്റ്റ് അമ്പിളി തോമസ് ആണ്. അവർ ജന്മം കൊണ്ട് കാസർകോട്ടുകാരിയും അതേപോലെ തന്നെ ജോലി ആവശ്യാർത്ഥം തൃശ്ശൂരിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്പോർട്സിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു അപൂർവ വ്യക്തിത്വം. യെസ്, തോമസ്. ഞാൻ എൻ്റെ സ്വന്തം വീടെന്ന് വെച്ചാൽ കാസർഗോഡ്. ഇപ്പം കല്യാണം കഴിപ്പിച്ചത് തൃശ്ശൂരേക്ക്. ഹസ്ബൻഡ് പുറത്തുള്ള എൻ്റെ 2 മക്കളാണ്. ഇവര് 2 മക്കള്. അങ്ങനെ സ്പോർട്സിനോടെന്നുള്ള ഒരു 3ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുറേ നാൾ ജോലിയില്ലാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ജോലി കിട്ടി. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. എനിക്ക് പറയാനുള്ള, ഇപ്പോഴത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പോർട്സ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ടേണിംഗ് എന്ന് പറഞ്ഞാൽ സ്പോർട്സാണ്. അതിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിനും പോയി പെടില്ല. എൻ്റെ മക്കളോട് ഞാൻ എന്നും പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളാണ്. ഞങ്ങളുടെ കാലമല്ല, മാഷിക്കറിയാം, ഞങ്ങളൊക്കെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സ്പോർട്സിലേക്ക് വന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ചാൽ, എൻ്റെ മോൻ 6ാം ക്ലാസ് പഠിക്കുന്നത്, അവന് വരെ അഡിഡാസിൻ്റെ ഷൂ വേണമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ +2 പഠിക്കുമ്പോഴാണ് ഒരു ഷൂ, സാധാരണ ഒരു 500 രൂപയുടെ ഷൂ, സ്റ്റാർ ബാക്റ്റഡ് ഷൂ ഇട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടിയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യമല്ല. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ മുതലെടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞങ്ങളൊക്കെ പഴയ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പഴയ ആൾക്കാരുടെ പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിക്കും. അതിൽ മഹാത്മാഗാന്ധിയൊക്കെ മീശയും താടിയൊക്കെ വെച്ചിരിക്കും. അപ്പോൾ സാറുമാറിന് തല്ല്, ബാക്കിയെല്ലാം തല്ലും അടിയും ഇതൊക്കെ ഇടയിൽ നിന്നാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് തല്ല് കൊടുക്കാൻ പാടില്ല. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹരമായിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു പുതിയ സംഭവം നാഷണൽ തലത്തിൽ നാഷണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷനോടും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അതായത് ആൾക്കാരുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക, എസ്കേപ്പ് ആക്കുക. അതോടൊപ്പം തന്നെ അവരെ എപ്പോഴും എനർജറ്റിക്കായി നിലനിർത്തുക. അതേപോലെ തന്നെ യുവതലമുറക്ക് സ്പോർട്സിൽ എന്ത് ചെയ്യുക, സൗജന്യ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക. ഇതാണ് മാസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. മലപ്പുറം മാസ്റ്റേഴ്സ് കടലോര പ്രദേശങ്ങളിലുള്ള ഒരു 250ഓളം പാവപ്പെട്ട കുട്ടികൾക്കുള്ള പൂർണ്ണ പഠന കിറ്റുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൗജന്യ ഫുട്ബോൾ, വോളിബോൾ, അത്ലറ്റിക്സ് ക്യാമ്പുകൾ നൽകുന്നുണ്ട്. അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ എത്തിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അസോസിയേഷന് 15 വർഷമായി മലപ്പുറം ജില്ലയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 ഇതിൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെച്ചാണ് നടന്നത്. 1100ഓളം അത്ലറ്റുകൾ ആ മീറ്റിൽ പങ്കെടുത്തിരുന്നു. 3 ദിവസം നീണ്ടു നിന്ന ഒരു മീറ്റായിരുന്നു അത്. അതായത് ഈ മീറ്റിൻ്റെ ജില്ല കഴിഞ്ഞാൽ സ്റ്റേറ്റ് പാലക്കാട്ട് വെച്ച് ഡിസംബർ 26, 27, 28 തീയതികൾ നടക്കും. ഓൾ ഇന്ത്യ അജ്മീറിൽ വെച്ച് ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിലായി നടക്കും. അതേപോലെ തന്നെ ഏഷ്യൻ മീറ്റ് തായ്ലൻഡിൽ വെച്ച് നടക്കും. വേൾഡ് മീറ്റ് അബുദാബിയിൽ വെച്ച് നടക്കും.